പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ വാഴ്ത്തുന്ന, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നപ്പ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. എപ്പോഴും ഞങ്ങൾക്ക് സഹായകനായി കൂടെ ആയിരിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഈശോപ്പ, ഞങ്ങളുടെ പാപങ്ങൾ വഹിച്ച നാഥ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന, ആരാധിക്കുന്നു. ഈശോപ്പ, ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം തന്ന് അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. പ്രഭാതം മുതൽ ഈ കരുണയുടെ നിമിഷം വരെയും അവിടുത്തെ കൃപയാലും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്താലും നടത്തിയ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് തന്ന സകല നന്മകൾക്കായും അനുഗ്രഹത്തിനായും നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെ ആത്മീയതയിൽ കൂടുതൽ കൂടുതൽ ചേർന്ന് ജീവിപ്പാൻ അവിടുത്തെ സ്നേഹവും കൃപയും കരുണയും തന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ സമയം ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും കർത്താവിൻ്റെ വീണ്ടും വരവ് വരെയുള്ള ഞങ്ങളുടെ തലമുറകളെയും സഹോദരങ്ങളെയും സഹോദര കുടുംബാംഗങ്ങളെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെയും ഈ നിമിഷം എൻ്റെ വാക്കിലൂടെ അവിടുത്തെ നാമം കേൾക്കുന്നവരെയും ഈശോയുടെ പാദതാരിൽ സമർപ്പിക്കുന്നു. ഈശോപ്പ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ അപ്പ, സകല വിഷയത്തിന്മേലും കരുണയായിരിക്കണമേ. ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനായി അവിടുന്ന് സഹിച്ച പീഡകളെയും തിരുമുറിവുകളെയും ഓർത്ത് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രാർത്ഥിച്ചു വചനമെടുത്തു. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഈശോ ബെത്സയിദ എന്ന സ്ഥലത്തെത്തുമ്പോൾ കുറേ പേർ ഒരു അന്ധനെ കർത്താവിൻ്റെ പക്കൽ കൊണ്ടുവരുന്നത് കാണാം. അവർ ഈശോയോട് അപേക്ഷിക്കുകയാണ് അന്ധനെ സുഖപ്പെടുത്തണമെന്ന്. ഈശോ അന്ധന് സുഖം കൊടുക്കുന്നതായി കാണാം. അന്ധൻ്റെ കണ്ണിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ച് ചോദിക്കുന്നു, നീ എന്തെങ്കിലും കാണുന്നോ? അന്ധൻ പറയുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെ പോലെ ആയിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. അപ്പോൾ യേശു വീണ്ടും അവനെ തൊടുന്നു. അന്ധന് കാഴ്ച പൂർണ്ണമായും കിട്ടുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം യേശുവിൻ്റെ പക്കൽ ചേരുമ്പോൾ പൂർണ്ണരായിരിക്കണം. നമ്മുടെ ഹൃദയശുദ്ധതയോടെ വേണം കർത്താവിൻ്റെ പക്കലായിരിക്കാൻ. എങ്കിൽ മാത്രമേ അന്ധനെ തൊട്ട സൗഖ്യം കൊടുത്ത നാഥൻ നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായി തൊടുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാഥനും രക്ഷകനും നിയന്താവുമായി കൂടെ ആയിരിക്കുകയും ചെയ്യും. ഈ കരുണയുടെ സമയം നമ്മുടെ കർത്താവ് നമ്മളോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈശോയെ പൂർണ്ണമായും നമ്മെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ആമേൻ.